നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും അന്യോന്യത്തിലേക്ക് സ്വാഗതം. അന്യോന്യത്തിൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ ഇപ്പോഴുള്ളത് ശ്രീ RLV രാമകൃഷ്ണൻ. നമസ്കാരം രാമകൃഷ്ണൻ. നമസ്കാരം. 2 വർഷം മുമ്പ് ഇതേ പരിപാടിയിൽ അതിഥിയുടെ സീറ്റിൽ ഇരുന്നത് താങ്കളുടെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ, മലയാളികളുടെ പ്രിയപ്പെട്ട മണിയായിരുന്നു. ഇപ്പോൾ ദുഃഖകരമായ ഒരു സാഹചര്യത്തിൽ താങ്കളുമായി ഞങ്ങൾക്ക് സംസാരിക്കേണ്ടി വന്നിരിക്കുകയാണ്. കലാഭവൻ മണി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വിഷാംശം ഉണ്ടായിരുന്നു എന്ന് പരിശോധന സ്ഥിരീകരിച്ചിരിക്കുന്നു. പോലീസ് തന്നെ അത് പറഞ്ഞിരിക്കുന്നു. എന്തു പറയുന്നു? ഇത്തരമൊരു സാഹചര്യം വന്നത് നമുക്ക് എന്താ പറയുക, ദൈവ നിയോഗമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ. ഈ ഒരു കാര്യത്തിൽ നമുക്ക് സംശയാതീതമായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ സംശയം ജനിപ്പിക്കുന്ന പല കാര്യങ്ങളും വെള്ളിയാഴ്ച മുതൽ ചേട്ടൻ്റെ മരണശേഷം വരെയുള്ള പല കാര്യങ്ങളിലും ദുരൂഹത നിലനിൽക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കാണുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചേട്ടൻ്റെ ഈ വിയോഗം അത് നടക്കാൻ പാടില്ലാത്ത ഒന്നായിരുന്നു. പക്ഷേ കുറേയേറെ കൂട്ടുകാർ അന്ധമായി സ്നേഹിച്ച, അല്ലെങ്കിൽ അഗാധമായി സ്നേഹിച്ച പ്രിയ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമായിട്ടാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുന്നത്. കാരണം പല പ്രാവശ്യം ഞാൻ അവർക്ക് നേരെ ചെന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുകയും, സുഹൃത്തുക്കളെ ഇഷ്ടപ്പെടുന്ന മണിച്ചേട്ടനെ നിങ്ങൾ സ്നേഹത്തോടെ നോക്കണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയും, നിങ്ങളുടെ കൂടെയാണ് മണിച്ചേട്ടൻ സദാസമയം കുടുംബക്കാരിലേറെ, അല്ലെങ്കിൽ ഭാര്യയും മകളുടെയും കൂടെ അല്ലാതെ ഏറെ നേരം ചെലവഴിക്കാൻ ആഗ്രഹിച്ചത് പ്രിയ സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ മണിച്ചേട്ടൻ്റെ, അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ്റെ, നമ്മുടെ പ്രിയപ്പെട്ട നടൻ്റെ കേരളത്തെ പാട്ടുപാടിക്കൊണ്ടും തമാശ പറഞ്ഞുകൊണ്ടും ഏറെ സന്തോഷിപ്പിച്ച ആ മഹാനടൻ്റെ ഈ വിയോഗം അവർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമുക്കിന്നിങ്ങനെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഈ കൂടിക്കാഴ്ച നമുക്ക് വേണ്ടാമായിരുന്നു. മണി ആശുപത്രിയിലായതിന് സമാന്തരമായി, മരിക്കുന്നതിന് സമാന്തരമായി ഈ വിവരം ഉണ്ടായിരുന്നു. മണിയുടെ ശരീരത്തിൽ മെഥനോൾ ചെന്നിരുന്നു, വിഷമദ്യം ചെന്നിരുന്നു, ഒപ്പം തന്നെ വിഷപദാർത്ഥങ്ങളും ഉണ്ടായിരുന്നു എന്ന ഒരു സംശയം ഉണ്ടായിരുന്നു. പോലീസ് അതിൻ്റെ പുറകെ ഉണ്ടായിരുന്നു. എന്നിട്ടും നമ്മൾ ആരും അത് ശരിയാവല്ലേ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് അക്കാര്യമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണോ മണി മരിച്ചുപോയത് എന്നൊന്നും പറയാറായിട്ടില്ല. അത്തരം വിവരങ്ങളിലേക്ക് വരാനിരിക്കുന്നുള്ളൂ. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ നേരത്തെ, കുടുംബത്തിൽ ചിലർ നേരത്തെ പറഞ്ഞിരുന്ന ചില സംശയങ്ങളിലേക്കാണ് എല്ലാവരും വേദനയോടെ എത്തിച്ചേരുന്നത്. മണി അപകടപ്പെടുത്തപ്പെട്ടു, മണിക്ക് മനഃപൂർവ്വം ആരോ വിഷപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ വിഷമദ്യം കൊടുത്തു എന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ പറഞ്ഞത് പ്രകാരം വളരെയേറെ, അല്ലെങ്കിൽ ക്രമാതീതമായ അളവിൽ കൂടുതൽ, അല്ലെങ്കിൽ ലൈസൻസ് ഉള്ള മദ്യങ്ങളിൽ കാണുന്നതിനേക്കാൾ വളരെയേറെ അവർ, ഒരു ലേഡി ഡോക്ടറും മറ്റൊരു ഡോക്ടറും കൂടിയാണ് ഇക്കാര്യം ഞങ്ങളെ വിളിച്ച് ധരിപ്പിച്ചത്. ആ സമയം എൻ്റെ ചേട്ടത്തമ്മയുടെ അമ്മയും കൂടെ ഉണ്ടായിരുന്ന ICUവിൽ. ഞങ്ങളെ ഏറെ അമ്പരപ്പിക്കുന്ന, അതിനേക്കാൾ കൂടുതൽ അളവിലാണ് മീഥൈൽ ആൽക്കഹോൾ അദ്ദേഹത്തിൻ്റെ ബ്ലഡിലുള്ളത് എന്ന് പറഞ്ഞ് ഞങ്ങളെ മനസ്സിലാക്കിയിരുന്നു. ആ സമയത്ത് എങ്ങനെ എത്തപ്പെട്ടു, അത് വരാനുള്ള സാഹചര്യം എന്തായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഹോബി ചേട്ടന് ഏതെങ്കിലും തരത്തിലുണ്ടായിരുന്നു എന്ന് ഞങ്ങളോട് ചോദിച്ച് ഞങ്ങളത് മനസ്സിലാക്കി. പക്ഷേ ഞങ്ങൾ ഇങ്ങനെയൊരു അഡിഷൻ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മദ്യം കഴിക്കുന്ന, അല്ലെങ്കിൽ ഹോട്ട് കഴിക്കുന്ന ഒരു കാരണമായിരുന്നില്ല എൻ്റെ സഹോദരൻ. ഒരുപക്ഷെ സിനിമയിലേക്ക് കയറുന്ന സമയത്ത് മദ്യം എന്ന് പറഞ്ഞ, മദ്യമായാലും പിന്നെ പുകവലിക്കുന്ന ശീലമോ എൻ്റെ സഹോദരൻ ഉണ്ടായിരുന്നില്ല. കേവലം എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷങ്ങളായിട്ടായിരിക്കും അദ്ദേഹത്തിന് ഈ ഒരു ശീലം വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഞങ്ങളുടെ അറിവിൽ ബിയർ മാത്രം കഴിക്കുന്ന, ഏതെങ്കിലും സന്തോഷപരമായ സാഹചര്യങ്ങൾ ബിയർ മാത്രം കഴിക്കുന്ന ഒരു സഹോദരനെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഒരിക്കലും അത് തന്നെ കഴിച്ചിട്ട് ഞങ്ങളുടെ മുമ്പിലേക്കോ, അല്ലെങ്കിൽ ഭാര്യയുടെ മുമ്പിലേക്കോ, മകളുടെ മുമ്പിലേക്കോ, അല്ലെങ്കിൽ കുടുംബക്കാരുടെ മുമ്പിലേക്കോ വരുന്ന ഒരു സാഹചര്യം അദ്ദേഹം കാണിച്ചിരുന്നല്ലോ. അത്രയേറെ ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹം ജീവിതം. പക്ഷേ
അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ പറഞ്ഞത് ഇത് കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യേണ്ടത്, ഡയാലിസിസ് നടത്തേണ്ട ഒരു ഘട്ടമാണ്, അതുകൊണ്ട് ഡയാലിസിസ് നടത്തിയേ മതിയാവൂ എന്നുള്ളത് ഈ മീഥൈൽ ആൽക്കഹോളിൻ്റെ അമിതമായ അളവ് ശരീരത്തിലുള്ളത് കൊണ്ടാണ് ഡയാലിസിസിന് വിധേയമാക്കിയത്. ആ ഡയാലിസിസിന് ഒപ്പിട്ട് കൊടുത്തത് ഞാനാണ്. അപ്പോൾ ആ ഒരു സംശയം നമ്മളിലേക്ക് എത്തിക്കുന്നത് ഇത് വളരെ ആസൂത്രിതമായിട്ട് ചേട്ടൻ്റെ ഉള്ളിൽ എത്തപ്പെട്ടിരിക്കാം. കാരണം ബിയർ കഴിക്കുന്ന ഒരു സഹോദരൻ, ബിയർ മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഉള്ളിലേക്ക് ഇത്തരത്തിലുള്ള ഒരു രാസപദാർത്ഥം ചെല്ലണമെങ്കിൽ തീർച്ചയായിട്ടും ബിയറിൽ മിക്സ് ചെയ്ത് കൊടുത്തിരിക്കാനാണ് സാധ്യത. എൻ്റെ ചേട്ടൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ചേട്ടനെ ആഹാരം വിളമ്പി കൊടുക്കുന്ന, ആഹാരം വച്ചു കൊടുക്കുന്ന ഒരു 3 തൊഴിലാളികൾ അവിടെയുണ്ട്. ഇവരറിയാതെ ഒരിക്കലും ഒരു ആഹാര പദാർത്ഥം എൻ്റെ സഹോദരന് കിട്ടില്ല. ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ. അത് ഒന്ന് വിശദീകരിച്ച് പോകേണ്ടതുണ്ട്. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരാൾ ഇത്തരത്തിൽ മെഥനോൾ, വിഷമദ്യം എന്ന് നമ്മൾ പറയുന്ന മീഥൈൽ ആൽക്കഹോൾ കലർന്ന മദ്യം കഴിക്കാൻ ഇടവന്നാൽ ആദ്യം വിചാരിക്കുക നാടൻ ചാരായം, ഇല്ലീഗലായിട്ട് കിട്ടുന്ന നിയമവിരുദ്ധ മദ്യം എന്തെങ്കിലും അദ്ദേഹം കഴിച്ചതായിരിക്കും എന്നാണ്. അക്കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പാണ്. ബിയർ അല്ലാതെ മറ്റൊന്നും കലാഭവൻ മണി കഴിക്കില്ല. ചാരായമാണെന്ന് അറിഞ്ഞുകൊണ്ട് ചാരായം കഴിച്ചിരിക്കാൻ ഇടയില്ല എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ്? തീർച്ചയായിട്ടും. ഞങ്ങൾ അറിഞ്ഞിടത്തോളം ബിയർ ചേട്ടൻ്റെ ഹോബി അല്ലെങ്കിൽ വല്ലപ്പോഴും മദ്യപിക്കുന്നത് ബിയറാണ് മദ്യപിക്കാറുള്ളൂ, ബിയറാണ് കുടിക്കാറുള്ളത്. അവിടെ വരുന്ന ഒട്ടുമിക്ക ആൾക്കാർക്ക് അത് തന്നെ അറിയാം. ചാരായം കുടിച്ചിട്ടുണ്ടാവില്ല. ഇല്ല, അവിടെ മണി ബിയറെ കഴിക്കുള്ളൂ എന്നാണ് അത് സാധാരണ നിലയ്ക്ക്. മാത്രമല്ല ഇപ്പൊ അദ്ദേഹം ഗുരുതരമായ കരൾ രോഗത്തിന് വിധേയനായിരുന്നു എന്നാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടത്. അത് മണിക്കും അറിയാമായിരുന്നു. ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കരൾ രോഗം ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഘട്ടമാണ്. ഇതിനു മുൻപ് ഒരിക്കൽ ഒരു അസുഖം വന്നപ്പോൾ അദ്ദേഹത്തിനെ ട്രീറ്റ് ചെയ്യുകയും മദ്യം കഴിക്കുന്നത് ഒഴിവാക്കണമെന്ന് വാൺ ചെയ്യുകയും ചെയ്തിരുന്നു. അതിൽ പ്രകാരം എന്നോടാണ് അത് പറഞ്ഞിട്ടുള്ളത്, മറ്റു സുഹൃത്തുക്കൾക്കും അറിയാം. പക്ഷെ ഭാര്യയെ അറിയിച്ചിരുന്നില്ല. അതായത് അദ്ദേഹം ഒരു സാധാരണ കുടുംബസ്ത്രീ, അതുകൊണ്ട് താങ്ങാൻ പറ്റുന്നതിനേക്കാളും അപ്പുറമാണ്. ക്യാമറയ്ക്ക് മുമ്പിൽ അത് പറയുന്നുണ്ടായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. ചേച്ചിയെ അത് അറിയിച്ചിട്ടുണ്ടായില്ല. കാരണം അത്രയേറെ സ്നേഹിച്ച് അവരുടെ കുടുംബജീവിതം അത്രയേറെ സന്തോഷപരമായിരുന്നു. എന്തെങ്കിലും ഒരു ഷോക്ക് അവർക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളും അതല്ലെങ്കിൽ ഞാനും അറിഞ്ഞൊരു കാര്യമാണ്. പക്ഷേ അത്രയും ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജ്, ഇപ്പോൾ ചേട്ടൻ്റെ സുഹൃത്തായിട്ടുള്ള അല്ലെങ്കിൽ അസിസ്റ്റൻ്റായിട്ട് കൂടെ പോകുന്ന മാനേജർക്ക് ഈ സെയിം അസുഖം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ചേട്ടനാണ് എല്ലാ ചെലവുകളും വഹിച്ചിട്ട്. അപ്പോൾ അത്തരത്തിലൊരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെങ്കിൽ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നമ്മുടെ മുമ്പിൽ ഒന്നുമല്ലായിരുന്നു. നമുക്കത് നടത്താവുന്ന ഒരു കേസ് തന്നെയാണ്. അതിനുള്ള സാങ്കേതികമായിട്ട് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. കാരണം തൊട്ട് മുമ്പിൽ കാണുന്ന സുഹൃത്തിനെ ചെയ്തിട്ടുള്ള അതിൻ്റെ എല്ലാ സാങ്കേതിക വശങ്ങളെക്കുറിച്ചും ബോധവാന്മാരായിരുന്നു നമ്മളെല്ലാവരും തന്നെ. പക്ഷേ ചാരായമായിട്ട് കഴിച്ചതല്ല, ബിയറിൽ ഒഴിച്ചു കൊടുത്തത് തന്നെയാണെന്ന് വിശ്വസിക്കും. ഇത് ചേട്ടനെ അറിയാതെ ബിയറിൽ ഒഴിച്ചു കൊടുത്തിരിക്കണമെന്നാണ് എൻ്റെ ബലമായ സംശയം. ചാരായത്തിൽ, നാടൻ ചാരായത്തിലൊക്കെ പലപ്പോഴും ലഹരിക്ക് വേണ്ടി, നമ്മൾ സിനിമകളിൽ കണ്ടതോ പറഞ്ഞു കേട്ടതോ ഒക്കെയാണ്, പലപ്പോഴും ലഹരിക്ക് വേണ്ടി കീടനാശിനികൾ വളരെ കുറഞ്ഞ തോതിൽ കലർത്താറുണ്ട് എന്നൊക്കെ, ഈർക്കിലിയിൽ മുക്കി ഒരു വലിയ കലത്തിലേക്ക് ഒരു ഇത്തിരി കലർത്താറുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും രീതിയിലായിരിക്കുമോ ഈ ചെടിയിൽ അടിക്കുന്ന വിഷമരുന്നിൻ്റെ സാന്നിധ്യം ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വന്നുപെട്ടത്? ഇതേ മദ്യത്തിൽ നിന്ന് തന്നെ ആയിരിക്കാനാണോ സാധ്യത? ഇതിൻ്റെ ഒരു ചേരുവ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കൃത്യമായിട്ട്. കാരണം ഞാൻ മദ്യപിക്കാറില്ല, അതിനെക്കുറിച്ചുള്ള ടേസ്റ്റോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അതിപ്പോൾ രാസപരിശോധന നടത്തുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയുള്ളൂ, എങ്ങനെ ശരീരത്തിൽ വന്നു എന്നുള്ളത്, ഇത്രയും ആൽക്കഹോളിൻ്റെ അംശങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. പക്ഷേ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന കാര്യം, ഇത് അദ്ദേഹം നേരിട്ട് അല്ലെങ്കിൽ ഇത് ഇന്ന സംഭവമാണെന്ന് വിചാരിച്ചുകൊണ്ട് നേരിട്ട് കഴിക്കില്ല. കാരണം അത്ര വലിയ മദ്യപാനി ആയിരുന്നില്ല എൻ്റെ ചേട്ടൻ. സാധാരണ എല്ലാ എന്താ പറയുക ആൺകുട്ടികളും കഴിക്കുന്ന പോലെ അല്ലെങ്കിൽ എല്ലാവരും കൂടെ കൂടാൻ അല്ലെങ്കിൽ എൻജോയ് ചെയ്യാനായിട്ട് ബിയർ കഴിക്കുന്നൊരു സ്വഭാവക്കാരനായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയപ്പെടുന്ന കലാഭവൻ മണി. പക്ഷേ ഈ പട്ടച്ചാറയും കഴിക്കുന്നൊരു സ്വഭാവമൊന്നും എൻ്റെ സഹോദരൻ ഉണ്ടായിരുന്നിട്ടില്ല. തന്നെയും വല്ല പുകവലിക്കുകയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മദ്യങ്ങൾ കഴിക്കുകയും ചെയ്യുന്നത് ഇഷ്ടമായിരുന്നില്ല അദ്ദേഹത്തിന്. പുകവലിക്കുന്ന ആളുകളെ അടുത്തു നിന്ന് മാറ്റാനും അദ്ദേഹം പുകവലിക്കുന്ന ആളുടെ അടുത്ത് വരുമ്പോൾ ആൾക്ക് ഇഷ്ടമായിരുന്നില്ല. മാറിപ്പോയി എന്ന് വലിക്കാൻ അദ്ദേഹം പറയാം. ഇങ്ങനെ ഒരു വിഷപദാർത്ഥം ഒരാളുടെ ഉള്ളിൽ ചെന്നാൽ ആദ്യം അദ്ദേഹം സ്വയം ജീവനെടുക്കാൻ വേണ്ടി കഴിച്ചതാണോ എന്ന സംശയം വരും. അങ്ങനെയൊക്കെ ചോദിക്കുന്നത് വളരെ സങ്കടകരമായ കാര്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ മണി താങ്കളുടെ സഹോദരനാണ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട നടനാണ് എന്നതിലുപരി കേരളീയർക്ക് മുഴുവൻ സ്വന്തപ്പെട്ട ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് ഒരു അനീതി
എവിടെന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരേണ്ടതും ആ അനീതി ചെയ്ത ആളുകൾ നിയമത്തിന്റെ മുമ്പിൽ വരേണ്ടതും ശിക്ഷിക്കപ്പെടേണ്ടതും അദ്ദേഹത്തിന്റെ ആത്മാവിനോട് കൂടി നീതി ചെയ്യാൻ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ചോദിക്കുകയാണെന്ന് വിചാരിച്ചാൽ മാത്രം മതി. അദ്ദേഹം ഇത് മനഃപൂർവ്വം കഴിച്ചിരിക്കാനുള്ള എന്തെങ്കിലും വിദൂരമായൊരു സാധ്യതയെങ്കിലും അനിയൻ എന്ന നിലയ്ക്ക് രാമകൃഷ്ണന് സങ്കല്പിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. കാരണം ഞാനറിയുന്നതല്ല, ഞങ്ങളറിയുന്ന അല്ലെങ്കിൽ ഞങ്ങൾ നാട്ടുകാരറിയുന്ന, ഞങ്ങളുടെ കുടുംബക്കാരറിയുന്ന കലാഭവൻ മണിക്ക് അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. മരിക്കേണ്ട യാതൊരു ആവശ്യവും യാതൊരു തരത്തിലും വിഷം കഴിച്ച് മരിക്കേണ്ടതോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മരണമോ നമ്മൾ തന്നെ പ്രതീക്ഷിക്കുന്നില്ല. എന്താന്ന് വെച്ചാൽ വളരെ സന്തോഷവാനായിരുന്നു. 2 ദിവസം മുമ്പ് ഒറ്റപ്പാലത്ത് ശ്രീകൃഷ്ണപുരത്ത് 2-2.5 മണിക്കൂർ അത്രയും സന്തോഷപരമായിട്ട് പ്രോഗ്രാം ചെയ്തൊരു വ്യക്തിയാണ്. അതിനുശേഷം കുന്നംകുളത്തെ മരിച്ച ദിവസത്തിന് തൊട്ട് പിന്നെ ദിവസം കുന്നംകുളത്തെ പരിപാടി ബുക്ക് ചെയ്തിരിക്കുന്ന വ്യക്തിയാണ്. ഈ പരിപാടിയെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ പരിപാടിക്ക് പോകുന്നതിൻ്റെ തയ്യാറെടുപ്പുകളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക്, ഇത്രയേറെ സുഹൃത്തുക്കൾക്കൊപ്പം ഇരുന്ന് വർത്തമാനം പറഞ്ഞ ഒരാൾക്ക് ഒരു ആത്മഹത്യ ചെയ്യേണ്ട കാര്യം നമ്മൾ ചിന്തിക്കുന്നത് പോലുമില്ല. അത് തന്നെയല്ല, ദാമ്പത്യപരമായിട്ടുള്ള കാര്യങ്ങൾ യാതൊരു തരത്തിലുള്ള അകർച്ചകളും അവരുടെ ജീവിതത്തിലുണ്ടായില്ല. ഒരുപാട് റൂമറുകൾ അത് നമ്മൾ കേട്ടിരുന്നു. പക്ഷേ ലക്ഷ്മിയും അല്ലെങ്കിൽ എൻ്റെ ചേട്ടത്തിയമ്മയായിട്ടുള്ള നിമ്മിയും പിന്നെ അവരുടെ കുടുംബവും ഞങ്ങളുടെ കുടുംബവുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു കുടുംബ ജീവിതമാണ് ജീവിച്ചു പോകുന്നത്. പക്ഷേ ഇതിനേക്കാളേറെ ഇഷ്ടപ്പെട്ടത് സുഹൃത്തുക്കളുടെ കൂടെ ചെലവഴിക്കാനായിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ എന്നിരുന്നാലും ചേട്ടന് ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു കാര്യം ഇല്ല. പലവട്ടം അദ്ദേഹം പരിപാടികളെല്ലാം കഴിഞ്ഞ് വന്നിട്ട് നേരെ പാടിയിലാണ് വന്ന് കിടന്നുറങ്ങാറ്. അപ്പോൾ 2 ലക്ഷമോ 3 ലക്ഷമോ പരിപാടിയുടെ തുക ചേട്ടൻ്റെ കയ്യിലുണ്ടായിരിക്കും. പലതവണ ചേട്ടൻ സാമ്പത്തികം അല്ലെങ്കിൽ കൊണ്ടുവന്ന പൈസ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെച്ചതായിട്ട് ഇപ്പോൾ കുടുംബം 3 പേരെ സംശയിക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ട്. എങ്കിൽ പോലും അവർക്കും അബദ്ധം പറ്റിയതായിരിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഒരിത്തിരി ലഹരി കൂടുതൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരല്പം എവിടെ നിന്നോ കിട്ടിയ നാടൻ ചാരായം മദ്യത്തിൽ കലർത്തി കൊടുത്തതുപോലെ അങ്ങനെ കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ കിട്ടിയ നാടൻ ചാരായം മെഥനോൾ കൂടുതലുള്ളതായിരുന്നു, അല്ലെങ്കിൽ കീടനാശിനി ലഹരിക്ക് വേണ്ടി ചെറിയ തോതിൽ കലർത്തിയതായിരുന്നു എന്ന സാധ്യതയുണ്ട്. അത് തന്നെയാണ്. കാരണം ഇപ്പം ചേട്ടനെ അറിയാതെ ഏതെങ്കിലും തരത്തില് ബിയറിൽ ചേട്ടൻ അറിയാതെ കൊടുത്തു. പക്ഷെ ഇവര് ദുരുദ്ദേശമൊന്നും ഇല്ലാതെ ഒരിത്തിരി ലഹരി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു കൊടുത്തതായിരിക്കാൻ സാധ്യതയുണ്ടോ? അല്ലെ, ഇത് ദുരുദ്ദേശം വെച്ചാൽ ഇവർക്ക് ദുരുദ്ദേശം തന്നെയായിരുന്നു. കാരണം അപായപ്പെടുമെന്നുള്ള സൂചന ഞാൻ ഒരു 6 മാസക്കാലം കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരോട് ഈ കൂടെയുള്ളവർ. ഇപ്പോൾ ഈ എന്താ പറയുക, ഈ മീഥൈൽ ആൽക്കഹോളുള്ള ഈ ലഹരി സാധനം അത് തന്നെ കൊടുത്തില്ലെങ്കിൽ പോലും ബിയർ പോലും കൊടുക്കുന്നത് ശരിയല്ല. നമ്മൾ പോയി അവിടെ ബഹളം വെച്ചിട്ടുണ്ട്. അവിടെ ഈ പറഞ്ഞ ആളുകളുമായിട്ട് വാക്കേറ്റം ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ മുൻപിൽ അതൊക്കെ മണി അറിയാറുണ്ടോ? തീർച്ചയായിട്ടും ചേട്ടൻ അതിൽ ഇടപെടുകയും ചേട്ടൻ അതിന് അപ്പോഴൊക്കെ സുഹൃത്തുക്കൾക്കൊപ്പം നിന്നുകൊണ്ട് നിങ്ങൾ അവരെ ചീത്ത പറയണ്ട എന്നുള്ള രീതിയിൽ നമ്മളോട് പറയുകയും ചെയ്യും. അപ്പോഴൊക്കെ സുഹൃത്തുക്കൾ പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ചെയ്യും. പലവട്ടം അദ്ദേഹം പരിപാടികളെല്ലാം കഴിഞ്ഞ് വന്നിട്ട് നേരെ പാടിയിലാണ് വന്ന് കിടന്നുറങ്ങാറ്. അപ്പോൾ 2 ലക്ഷമോ 3 ലക്ഷമോ പരിപാടിയുടെ തുക ചേട്ടൻ്റെ കയ്യിലുണ്ടായിരിക്കും. പലതവണ ചേട്ടൻ സാമ്പത്തികം അല്ലെങ്കിൽ കൊണ്ടുവന്ന പൈസ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെച്ചതായിട്ട് എനിക്കറിയാം. രാമകൃഷ്ണൻ, ഇതൊരു പുതിയ വിവരമാണ്. അത് തീർച്ചയായും കൊണ്ടുവരുന്ന പണം അവിടെ നിന്ന് പാടിയിൽ നിന്ന് കളവ് പോകുമായിരുന്നു. അതിന് പുറകിൽ ഇത്തരം ആളുകളുണ്ടാവും. കാരണം എന്റെ ചേട്ടനെ മദ്യം കൊടുത്ത് പിന്നെ മയക്കിക്കൊണ്ട് ഈ സാമ്പത്തികം ചൂഷണം ചെയ്യുക, അല്ലെങ്കിൽ സാമ്പത്തികം ഈ നോട്ടുകെട്ടിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ആള് വിചാരിച്ച തുക തലേ ദിവസം കണ്ട തുക പിറ്റേ ദിവസം കാണാതെ വരിക, അത്തരത്തിലുള്ള സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ പലരോട് പറഞ്ഞതായിട്ടും എനിക്കറിയാം. അവരുടെ അത്താണിയായിട്ടുള്ള ഒരാൾ അവിടെ ബ്ലഡ് ഛർദ്ദിച്ചു എന്ന് പറയുമ്പോൾ അത് കണ്ടിട്ടുള്ള ഒരു വ്യക്തി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം, ബന്ധപ്പെട്ടവരെ അറിയിക്കാതെ അയാളുടെ വയറിന്റെ വിശപ്പ് നോക്കി പോകുമ്പോൾ എത്രമാത്രം ഒരു സ്നേഹം അതിലുണ്ട്. അയാൾ മുങ്ങിയതാണോ? അതെ, തീർച്ചയായിട്ടും. അപ്പം മുങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ ഇന്ന് കരഞ്ഞ് ചാനലുകളുടെ ക്യാമറയ്ക്ക് മുമ്പിൽ പറയുന്നത് കണ്ടിരുന്നു. കുറെ കാലമായി ഞങ്ങൾ അവനെ കണ്ടിട്ടില്ല എന്ന് പറയുമായിരുന്നു. ഏതൊരു പരിപാടിയിലാണ് അവസാനം കണ്ടെന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് വരാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു കൂട്ടുകെട്ട് അമിതമായതിനു ശേഷമാണ് ചേട്ടൻ വീട്ടിലേക്ക്, അല്ലെങ്കിൽ എല്ലാ ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഇവിടെ നാട്ടിലുണ്ടെങ്കിൽ രാവിലെ കുളിച്ച് ഫ്രഷായി അമ്പലത്തിൽ പോയി ഒരു എന്താ പറയുക കാരണവരെ പോലെ എൻ്റെ വീട്ടിലും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനം, ഇപ്പോൾ ഇവിടെ ഞാൻ ക്ലാസ് എടുക്കണമെങ്കിൽ ഇതിക്കോടെ ജഗ്വാറിൽ ഇങ്ങനെ വെറുതെ റൗണ്ട് അടിക്കും. കാരണം ആള് പറയുന്നത് ഇത് എനിക്കൊരു രസമാണ്. ഞാൻ ഉണ്ടാക്കിയ സ്ഥാപനത്തിൽ എൻ്റെ അനിയൻ പഠിപ്പിക്കുമ്പോൾ അവിടെ വന്ന് പോകുന്ന യൂണിഫോം ഇട്ട് വന്നു പോകുന്ന കുട്ടികൾ, അവരുടെ പാരൻസ് ഒക്കെ കാണുമ്പോൾ ആള് ഒന്നും അറിയാതെ
ആസ്വദിക്കാൻ വേണ്ടി ഇങ്ങനെ ചാലക്കുടി അല്ലെങ്കിൽ ആശുപത്രി പടിയിലൂടെ വെറുതെ ജഗ്വാറിലൂടെ ഒട്ടും ആവശ്യമല്ലാത്ത രീതിയിൽ ചെറിയൊരു സ്പീഡോട് കൂടി എല്ലാവരും വിഷ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കലാപരം. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ കുറച്ചു നാളായിട്ട് അത് അവിടെ നിന്ന് പാടിയിൽ തന്നെ ഈ വ്യക്തികളിലെ അല്ലെങ്കിൽ ഈ സുഹൃത്തുക്കളുടെ കൂട്ടായ്മയിൽ ഒതുങ്ങിപ്പോയി. ഈ 3 പേർക്ക് പുറമെ തരികിട പരിപാടി അവതരിപ്പിക്കുന്ന സാബു എന്ന കലാകാരനെ കുറിച്ചും നിങ്ങൾ സംശയം പറഞ്ഞു. എന്തുകൊണ്ടാണത്? അയാൾ അന്ന് അവിടെ യാദൃച്ഛികമായി എത്തിപ്പെട്ട ആളാണ് എന്ന് അയാൾ ചാനലുകളുടെ ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് ആണയിട്ട് പറയും. സംശയം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച മുതൽ അവിടെ വന്നിട്ടുള്ള എല്ലാ ഗസ്റ്റുകളെയും നമ്മൾ സംശയിക്കുകയാണ്. അതപ്പോൾ അവർ മദ്യം ഒഴിച്ച് കൊടുത്ത് കൊന്നു എന്നല്ല നമ്മൾ പറയേണ്ട, അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. ഇവർ വന്നിട്ടുണ്ട്, അപ്പോൾ ഇവർ മുഖേന എത്തിയിട്ടുണ്ടോ? ഇവർ ചേട്ടനെ അല്ലെങ്കിൽ കലാഭവൻ മണിയെ കാണാൻ വരുമ്പോൾ അല്ലെങ്കിൽ ഇത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള മദ്യം കൊണ്ടുവന്നിട്ടുണ്ടോ? ആ മദ്യം കഴിച്ചിട്ടുണ്ടോ? ഇതൊക്കെയാണ് നമ്മുടെ സംശയങ്ങൾ. ഒപ്പം അതേ മദ്യം മറ്റാരും കഴിച്ചിട്ടില്ല, ഈ വിഷമദ്യം എന്ന് പറയുന്നത് മറ്റാരും കഴിച്ചിട്ടില്ല എന്നതും സംശയമായി. അതെ അതെ, അത്തരത്തിലുള്ള സംശയങ്ങളാണ് നമുക്ക് ഇവരിലുള്ളത്. അപ്പൊ ഇവര് അവരുടെ വാക്കിലെ വൈരുദ്ധ്യങ്ങൾ ഇപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആദ്യം മദ്യം കഴിച്ചു എന്നും പിന്നെ മദ്യം കഴിച്ചില്ല എന്നും ഇങ്ങനെയൊക്കെ മാറ്റി മാറ്റി പറയുന്ന ഒരു സാഹചര്യത്തില് നമ്മള് എന്താ അവരെ കുറിച്ച് ധരിക്കേണ്ടത്? അപ്പോൾ ഒരു കുടുംബം അല്ലെങ്കിൽ സഹോദരൻ രക്തബന്ധം എന്നുള്ള നിലയ്ക്ക് വെള്ളിയാഴ്ച വന്ന ആ ഗസ്റ്റുകൾ തുടങ്ങി അവിടെ ജോലി ചെയ്തിരുന്ന അല്ലെങ്കിൽ അവിടെ വന്നു പോയിരുന്ന എല്ലാവരെയും നമ്മൾ സംശയിക്കുന്നു. രക്തം ഛർദ്ദിച്ചു കഴിഞ്ഞ് മണിക്കൂറുകളോളം മണിയെ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല എന്ന് പറയുന്നു. അതിന് അവരൊക്കെ തന്നെ പറയുന്നതായിട്ട് അവരോടൊക്കെ പരിചയമുള്ള ചിലരൊക്കെ പറഞ്ഞത് മണി തന്നെ തയ്യാറായിരുന്നില്ല, ആശുപത്രി കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ അഥവാ കണ്ടിട്ടുണ്ടെങ്കിൽ മണി തയ്യാറായില്ലെങ്കിൽ മണിയുടെ വീട്ടുകാരടുത്തുണ്ട്. എത്ര ദൂരമാണ് ഈ പാടിക്കും വീടിനും ഇടയിലുള്ളത്? കഷ്ടി 1 കിലോമീറ്റർ കാണും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ അറിയിക്കാമല്ലോ അല്ലേ? അതെ, അത്യാവശ്യം ഫോൺ സൗകര്യങ്ങളുണ്ട്. ഞാനിവിടെ ഫുൾ ടൈം ഉള്ള ആളാണ്, ഞാനിവിടെ അന്ന് ക്ലാസ് എടുത്തിരുന്ന ആളാണ്. രക്തം ഛർദ്ദിച്ചു എന്നാണ് പറയുന്നത്. അവിടെ പറയുന്നത് രക്തം ഛർദ്ദിച്ചു, അത് പിന്നീട് കഴുകി കളഞ്ഞു. പിന്നെ അതിനുശേഷം ഇവിടെ ചാലക്കുടി സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പിന്നെ ഒരു നഴ്സിനെ കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ ഗ്ലൂക്കോസ് കയറ്റി കടത്തി. ഇപ്പൊ രാവിലെ മുതൽ ആൾക്ക് അവിടെ ഒരു ഡോക്ടർ വന്നിട്ട് സെഡേഷൻ കൊടുത്തിട്ട് മയക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. ഇപ്പൊ നമുക്കറിയാം, ഒരു പല്ലുവേദനയ്ക്ക് പോലും പല്ല് മരവിപ്പിക്കണമെങ്കിൽ കൂടെ ബന്ധുക്കളായിട്ടുള്ള ആരെങ്കിലും വേണമെന്ന സാഹചര്യം നിലനിൽക്കെ ഒരു ഇത്തരത്തിലുള്ളൊരു അസുഖമുള്ള ഒരാളെ സഡേഷൻ കൊടുത്ത് മയക്കി കൊണ്ടുപോകും. അറ്റ്ലീസ്റ്റ് ഒരു വാക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്, ഞങ്ങൾ അത് ചെയ്തോട്ടെ എന്നൊരു വാക്ക്. രാമകൃഷ്ണന്റെ വീട്ടിലുണ്ടായിരുന്നു ഈ സമയത്ത്? ഞാൻ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കലാഗ്രഹത്തിൽ ക്ലാസ് എടുക്കുന്ന സമയത്താണ് ചേട്ടനെ ഇത് ചെയ്തതും കൊണ്ടുപോയതെല്ലാം. ഇവർക്കറിയാം ഇത് രാമകൃഷ്ണൻ ഇവിടെ ഉണ്ട്, ഞാൻ ക്ലാസ് എടുക്കുന്ന കാര്യം അവർ കാണുന്നതാണല്ലോ. ഇതിന്റെ മുന്നിൽ കൂടെയാണ് കൊണ്ടുപോകുന്നവര്. എന്നെ വിളിച്ചറിയിച്ച 5 മണിക്കാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. എന്തോ കാര്യത്തിന് സൈൻ വേണം, ബന്ധപ്പെട്ടവരുടെ വേണമെന്ന് പറഞ്ഞ സമയത്താണ് എന്നെ കുറിച്ച് ചിന്തിച്ചത്. അപ്പൊ എന്നെ വിളിച്ചു. നിവൃത്തിയില്ലാതെയാണ് ആയിരിക്കാം. അപ്പോൾ ഞാൻ ഉടനെ അവിടെ ചെന്നപ്പോൾ ചേട്ടൻ വെന്റിലേഷനിലായി. ചേട്ടന് ഒരു വാക്ക് സംസാരിക്കാനോ ആണോ ആദ്യം എത്തുന്നത്? അല്ല, ഞാനാണ് എത്തിയത്. കാരണം ഒരു കുടുംബക്കാര് പറഞ്ഞ എപ്രകാരം അവർക്ക് താങ്ങാനാവും നമുക്കറിയില്ല. അപ്പൊ ഞാനും എന്റെ സുഹൃത്തും കൂടെ അവിടെ ചെന്നു. ആ സമയത്ത് വെന്റിലേഷനിലാണ് ചേട്ടൻ ചെന്നിട്ടുള്ളത്. അപ്പോഴാണ് ഡയാലിസിസിനൊക്കെ ഒപ്പിട്ടു. അതിനുശേഷം വെളുപ്പാങ്കാലം ആയപ്പോഴാണ് ബ്ലഡിന്റെ റിസൾട്ട് ചെല്ലുമ്പോ ഇവർക്ക് അവിടെ ഉണ്ടോ ഈ വിപിനും? ഇല്ല, വിപിനും ഉണ്ടായിരുന്നിട്ടില്ല, ഈ മുരുകനും ഉണ്ടായിരുന്നിട്ടില്ല. അതായത് ഈ രക്തം ഛർദ്ദിച്ച സമയത്ത് പിന്നെ മാനേജർ ജോബി വിപിനോട് പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് പോയി വീട്ടിൽ നിന്ന് പോയിട്ട് ഡ്രസ്സ് എടുത്തിട്ട് വാ, ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഈ വിപിൻ പറഞ്ഞു, എനിക്ക് വിശന്നിട്ട് വയ്യ, ഞാൻ ചോറിനിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. ഈ സാഹചര്യം സംശയകരമാണത്. അതെ, ഒരു അവരുടെ അത്താണിയായിട്ടുള്ള ഒരാൾ അവിടെ ബ്ലഡ് ഛർദ്ദിച്ചു എന്ന് പറയുമ്പോൾ അത് കണ്ടിട്ടുള്ള ഒരു വ്യക്തി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം, ബന്ധപ്പെട്ടവരെ അറിയിക്കാതെ അയാളുടെ വയറിന്റെ വിശപ്പ് നോക്കി പോകുമ്പോൾ എത്രമാത്രം ഒരു സ്നേഹം അതിലുണ്ട്. അയാൾ മുങ്ങിയതാണോ? അതെ, തീർച്ചയായിട്ടും. അപ്പം മുങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടില്ല. പിന്നെ ഹോസ്പിറ്റലിലേക്ക് ഇല്ല. അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് അവിടേക്ക് വന്നത്, അരുൺ എന്ന് പറഞ്ഞ വ്യക്തി. ഈ അരുൺ എന്ന് പറഞ്ഞ വ്യക്തിയാണ് പിറ്റേ ദിവസം എനിക്ക് എന്തോ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ചാലക്കുടിയിലേക്ക് വരികയും ചാലക്കുടി വന്ന് ഇവിടുത്തെ വിപിന്റെയും മുരുകന്റെയും സഹായത്തോടെ പാടിയിൽ നിന്ന് എല്ലാ സാധനങ്ങളും മാറ്റി ചാക്കിലാക്കി കെട്ടി അവിടെ എല്ലാം അടിച്ച് വൃത്തിയാക്കി ബൈക്കിൽ തൂക്കി പിടിച്ച് കൊണ്ടുപോകുന്നത്. ഈ പാടിയിൽ തന്നെ നമുക്ക് മറ്റൊരു വീടുണ്ട് ചേട്ടൻ, അത് വാടകയ്ക്ക് കൊടുത്തേക്കാണ് തമിഴ്നാട് സ്വദേശികൾക്ക്. ഛർദി കഴിക്കുന്നത് മാത്രമല്ല, അതിപ്പോ എവിടെയെങ്കിലും ആരെങ്കിലും ഛർദിക്കാനായിട്ട് വന്നാൽ ആരും അത് വൃത്തിയാക്കും. അതെ, അത് മാത്രമല്ല സകല സാധനങ്ങളും മാറ്റി ചാക്കിൽ കെട്ടിക്കൊണ്ടുപോയിന്ന് അവിടെ പാടിയിൽ. സംശയകരമായ സാധനങ്ങൾ മാത്രമാണോ എല്ലാ സാധനങ്ങളും മാറ്റിയോ? എന്താണെന്ന് അതിനകത്ത് മാറ്റി എനിക്ക് അറിയില്ല.
പിന്നെ പിന്നെ പോകാൻ പരിശോധിക്കാൻ പറ്റിയിട്ടില്ല പറ്റില്ല. എനിക്ക്. അപ്പൊ എല്ലാം 3 ചാക്ക് നിറച്ച് സാധനങ്ങൾ മാറ്റിയെന്നാണ് അവിടെ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള കുറെ പേര് അവിടെ വടയുണ്ടാക്കുന്നുണ്ട്, കച്ചവടത്തിന് അതെ അതെ അതെ. അപ്പൊ അവിടെ വാടകയ്ക്ക് താമസിക്കുന്നവർ പറഞ്ഞു ഇങ്ങനെ ഇവർ 3 പേരും കൂടെ വന്നിരുന്നു അവിടെ, പെട്ടെന്ന് ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞത്. ഒന്നുമല്ലാത്ത ബ്ലാങ്കായി കിടക്കുന്ന ഒരു കാര്യത്തിൽ നിന്നും ഇത്രയും വരെ ഒരു തുമ്പ് നമുക്ക് എത്താമെന്നുണ്ടെങ്കിൽ ആ സത്യത്തിന് കലാഭവൻ മണി എന്ന സത്യമായിട്ടുള്ള ഒരു കലാകാരൻ ജീവിച്ചിരുന്നുള്ള തെളിവ് ദൈവം അത് സത്യമായി തന്നെ കൊണ്ടുവരുമെന്ന് ഞങ്ങൾ ആന്തരികാവയവങ്ങളുടെ പരിശോധനയുടെ റിപ്പോർട്ട് അനൌദ്യോഗികമായെങ്കിലും പുറത്തു വന്നു ചിലതൊക്കെ. അതെ അതെ, അതിപ്പോ നിങ്ങളുടെ സംശയങ്ങളെ ഒരു പകുതിയെങ്കിലും ഒരല്പമെങ്കിലും സ്ഥിരീകരിക്കുന്ന തരത്തിലായി. അതെ അതെ, അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ സംശയിച്ച കാര്യങ്ങൾ ഇന്ന് ദൈവാധീനം പോലെ അതിന് ഒരു തുമ്പുണ്ടാക്കി തന്നിരിക്കുകയാണ്. നേരത്തെ പോലീസ് നിങ്ങൾ പറഞ്ഞത് ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും പോലീസിന്റെ അന്വേഷണം വളരെ ഗൗരവമായിട്ടുണ്ട്. ഇതിനകം തന്നെ എത്രയോ പേരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. ഞങ്ങളുടെ അടുത്ത് ഒരു പലവട്ടം ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള അന്വേഷണങ്ങൾ ഫോൺ വഴി നേരിട്ട് വന്നിട്ടും അന്വേഷണം നടക്കുന്നുണ്ട്. നിങ്ങൾ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയ ഈ 3 പേരെ ഇന്നല്ലേ ചോദ്യം ചെയ്തുള്ളൂ? അത് നേരത്തെ തന്നെ ചോദ്യം. ഇത്രയും ദിവസമായി പല സമയങ്ങളിൽ പോലീസ് അവരുടെ പുറകെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ നടക്കുന്ന അന്വേഷണത്തിൽ വിശ്വാസമുണ്ട്? ഇപ്പോ ഇതുവരെ നമ്മൾ തൃപ്തരാണ്. ഇനി നാളെ എന്തെന്നുള്ള കാര്യം നാളെ വരുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ അന്വേഷണം നമ്മൾ പറഞ്ഞിട്ടുള്ള വ്യക്തികളെയും ചൂണ്ടിക്കാണിച്ചാൽ അതിനേക്കാൾ അപ്പുറം അന്വേഷണം അവരിൽ നിന്ന് ചോദിച്ചറിഞ്ഞുകൊണ്ട് ഒരുപാട് ആൾ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ എത്രയോ പേരെ ചോദ്യം, 100-ൽ പരം ആളുകളെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. ഈ വ്യക്തികളിൽ നിന്ന് കിട്ടിയ സൂചനകൾ അനുസരിച്ച് തന്നെ അവിടെ വന്നു പോകുന്ന വ്യക്തികളെയും അതിനെക്കുറിച്ച് വളരെ വൈഡായിട്ട് തന്നെ വല വീശി കഴിഞ്ഞു പോലീസ്. അന്വേഷണത്തിന്റെ കാര്യത്തിൽ ഇനി എന്ത് നടക്കണമെന്നാണ് മണിയുടെ കുടുംബം ആഗ്രഹിക്കുന്നത്? സത്യസന്ധമായ ഒരു തീരുമാനം, അല്ലെങ്കിൽ സത്യം പുറത്തു വരണം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി, അതിനാരാണ് കാരണക്കാര്, അവർക്ക് സമൂഹം അല്ലെങ്കിൽ ഞാൻ മാത്രമല്ല കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനം മുഴുവനും അവരുടെ കണ്ണുനീര്, അവരുടെ പ്രാർത്ഥന, ഇവിടെ വന്നു പോകുന്ന ഓരോ വ്യക്തികളും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഈ ഉപകരണങ്ങളായി പ്രവർത്തിച്ച ആളുകൾക്ക് പുറത്തു നിന്ന് നിർദ്ദേശം ആരോ കൊടുത്തിരിക്കാം എന്നൊരു സംശയമാണ്. അത് രാമകൃഷ്ണൻ പ്രകടിപ്പിക്കുകയുണ്ടായി. അയാൾ ശക്തനാണെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഇതിന്റെ അന്വേഷണം വഴിതെറ്റി പോകും എന്ന മറ്റുള്ള ആശങ്കകളുണ്ടോ? ആ ആശങ്ക മുൻനിർത്തി എന്തെങ്കിലും പറയാനുണ്ടോ? ഇതുവരെ നമുക്ക് ആശങ്കകളൊന്നുമില്ല. കാരണം കേസ് അന്വേഷിക്കുന്ന ആള് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ആൾ തന്നെയാണ്, നല്ല ഉദ്യോഗസ്ഥനാണ്. അതെ അതെ. അപ്പൊ അതിലെല്ലാം വിശ്വസിച്ച് കാത്തിരിക്കും. അങ്ങനെ വിശ്വസിക്കുന്നു, ദൈവത്തിലും വിശ്വസിക്കുന്നു. കാരണം സത്യമായിട്ടുള്ള ഒരാളാണ് നമ്മളെ വിട്ട് പിരിഞ്ഞു പോയിരിക്കുന്നത്. ആ സത്യത്തിനനുസരിച്ച് തന്നെ ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിലേക്ക്, ഒന്നുമല്ലാത്ത ബ്ലാങ്കായി കിടക്കുന്ന ഒരു കാര്യത്തിൽ നിന്നും ഇത്രയും വരെ ഒരു തുമ്പ് നമുക്ക് എത്താമെന്നുണ്ടെങ്കിൽ ആ സത്യത്തിന് കലാഭവൻ മണി എന്ന സത്യമായിട്ടുള്ള ഒരു കലാകാരൻ ജീവിച്ചിരുന്നുള്ള തെളിവ് ദൈവം അത് സത്യമായി തന്നെ കൊണ്ടുവരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വളരെയധികം നന്ദി രാമകൃഷ്ണൻ. നന്ദി.